നമസ്കാരം. ഒരു 3 വർഷം മുമ്പ് നടന്നൊരു സംഭവ കഥ പറയാണ്. എൻ്റെ തന്നെ ഒരു കഥയാണ്. കഥയെന്ന് പറയാൻ പറ്റില്ല, നടന്ന കാര്യമാണ്. അത് ചെറിയൊരു കഥ പോലെയൊക്കെ പറയാം. കാരണമുണ്ടേ. ഞാനൊരു ഗ്രാമപ്രദേശത്തൂടെ ബൈക്കിൽ പോവുകയായിരുന്നു. എൻ്റെ സന്തത സഹചാരിയാണ്, ഒരു ബൈക്കുണ്ട്. സാധാരണ നമ്മൾ ഈ പട്ടി കുറുകെ ചാടി, പൂച്ച കുറുകെ ചാടി എന്നൊക്കെ പറയും. അപ്പം എൻ്റെ ബൈക്കിൻ്റെ മുന്നിൽ ചാടിയത് ഒരു ആട്. ഞാൻ സ്ഥലം കൂടെ പറഞ്ഞാൽ തിരുവനന്തപുരത്ത് മച്ചയിൽ എന്ന് പറയുന്ന സ്ഥലത്തിന് ഇത്തിരി ഉള്ളിലോട്ട് ഞാൻ ബൈക്കിൽ പോവുകയായിരുന്നു. ബൈക്കിൽ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഒരാട് കുറുകെ ഇങ്ങനെ ക്രോസ് ചെയ്യും. അപ്പം ഞാൻ വണ്ടി നിർത്തി. തിരിച്ച് ആടിൻ്റെ ഉടമസ്ഥർ അവർ ആടിനെ പിടിക്കാൻ ശ്രമിക്കുക. ആട് പാസ് ചെയ്ത് പോയ ഉടനെ ഞാൻ വണ്ടി എടുത്തതും ആടിൻ്റെ ഉടമസ്ഥർ ആടിനെ പിടിച്ചത് ആട് കുതറി ബാക്കിലോട്ട് എടുത്ത് ചാടി. ഞാൻ കറക്റ്റായിരുന്നു ഇടിക്കുകയും വണ്ടി ചരിഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഉച്ചയ്ക്ക് 2 മണിക്കാണ് സംഭവിച്ചത്. പിന്നെ കണ്ണു തുറക്കുന്ന രാത്രി 8 മണി എങ്ങാണ്ടായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കണ്ണു തുറന്നപ്പോൾ എല്ലാവരും, എൻ്റെ ബന്ധുക്കളും എല്ലാവരും, വൈഫും മകളും മറ്റു ബന്ധുക്കളും ഫ്രണ്ട്സും എല്ലാം കൊണ്ട്. അപ്പോൾ ഇനി സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട്. നോക്കിയപ്പോൾ അപ്പോൾ ഞാൻ കിടക്കുന്ന എൻ്റെ മോളെന്തോ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു, അടുത്ത ദിവസം എന്നെ കാണിക്കുന്നതിന്. അപ്പം മുഖത്ത് മുഴുക്ക പല്ലിൻ്റെയൊക്കെ പ്രശ്നം, മുഴുക്ക മുറിവുകളാണ്. പക്ഷേ അവർ സ്കാൻ ചെയ്തപ്പോൾ ഇൻറ്റേർണൽ ഹെഡ് ഇഞ്ചുറിയാണ്. അവിടെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് അഡ്മിറ്റ് ചെയ്യണം. 24 മണിക്കൂർ നോക്കിയിട്ട് കുറവില്ലെങ്കിൽ സർജറി ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഭയന്നൊക്കെ അങ്ങനെ ഇരിക്കുകയാണ്. ഈശ്വരാധീനം. എൻ്റെ ഭാഗ്യം 24 മണിക്കൂർ കൊണ്ട് ബ്ലീഡിങ്ങൊക്കെ നിന്നു. പിന്നെ ഒരാഴ്ച കൂടെ ഇവിടെ മെഡിക്കൽ കിടന്നിട്ട് പിന്നെ 6 മാസം വീട്ടിൽ ബെഡ് റെസ്റ്റൊക്കെ ആയിരുന്നു. അതൊക്കെ അങ്ങനെ കഴിഞ്ഞു. ഓക്കെ ആയില്ല. 1 വർഷത്തോളം അതിൻ്റെ ട്രീറ്റ് ആയിരുന്നു. ഇപ്പം എല്ലാം ഓക്കെ ആയി. ഞാനീ പറഞ്ഞു വന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ ഒരു അവസ്ഥയാണ്. അതായത് ഈ 3 വർഷമായുള്ളൂ എൻ്റെ ഈ ആക്സിഡൻറ്റ് നടന്നിട്ട്. ഈ എന്നെ കൊണ്ടുപോയ സമയത്ത് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കാണാത്തതുകൊണ്ട് എൻ്റെ മകൾ എൻ്റെ ഫോണിൽ വിളിച്ചു. പക്ഷേ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്നെ കൊണ്ടുപോയ 108 ആംബുലൻസിലുണ്ടായിരുന്ന ആളാണ് എൻ്റെ ഫോൺ അറ്റൻഡ് ചെയ്തത്. അദ്ദേഹം അവരോട്, എൻ്റെ മകളോട് പറഞ്ഞു, ഇങ്ങനൊരു ആക്സിഡൻ്റ് ആയി, ഞങ്ങളിങ്ങനെ മെഡിക്കൽ കോളേജിലെത്തി. അപ്പോൾ ആരാണെന്ന് വെച്ചാൽ മകളാണെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എളുപ്പം ഇങ്ങോട്ട് മെഡിക്കൽ കോളേജിലോട്ട് വരിക എന്ന് പറഞ്ഞു. അവർ പേടിച്ച് എല്ലാവരുമായിട്ട് മെഡിക്കൽ കോളേജ് എത്തിയപ്പം എന്നെ കാണുന്നില്ല. കാഷ്വാലിറ്റി മൊത്തം നോക്കിയിട്ട് എന്നെ കാണുന്നില്ല. ഈ ഒരു ദുരവസ്ഥയാണ് ഞാൻ ഈ പറഞ്ഞു വന്നതേ. എന്നെ നോക്കിയപ്പോൾ ഏതോ ഒരു മൂലയിൽ സ്ട്രക്ചറിൽ ഞാൻ കിടക്കുന്നു. എൻ്റെ അടുത്ത് 108 ആംബുലൻസിൻ്റെ ആളൂടെ ഉണ്ട്. ബന്ധപ്പെട്ടവർ വന്നിട്ട് പോകാൻ വേണ്ടി അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യും. അദ്ദേഹത്തിന് നല്ല മനസ്സ്. ഇതെല്ലാം പിന്നെ പറഞ്ഞു കേട്ട അറിവാണ്. മൊത്തം നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ ഒരു മൂലയിൽ സ്ട്രക്ചറിൽ കിടക്കുന്നു. നോക്കണം, ഇൻറ്റേർണൽ ബ്ലീഡിങ് കൊണ്ടായിട്ടാണ് ഞാൻ കിടക്കുന്നത്. അപ്പോൾ 2 മണിക്ക് സംഭവിച്ച് 2:45 എന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. എൻ്റെ ഫാമിലി വന്നത് 3:45 എന്തോ ആയി എത്തിയപ്പോൾ. അപ്പോൾ 1 മണിക്കൂർ കൂടുതൽ ഞാൻ അവിടെ ഒരു മൂലയിൽ കിടക്കുകയാണ്. ആ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ ആരും മൈൻഡ് ചെയ്യപ്പെടാതെ കിടക്കുന്നു. എത്ര പേരിങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് എൻ്റെ ഒരു അവസ്ഥയാണ് ഞാനിത് പറയുന്നത്. എത്ര പേർക്ക് ഇതിനെ പറ്റിയിട്ടുണ്ടാവാം? എൻ്റെ മുഖത്തൊക്കെ മുറിവുണ്ടെങ്കിലും അത്രയും തലയ്ക്കകത്താണ് കൊണ്ട് സംഭവിച്ചത്. അപ്പം ഇതവർ നോക്കേണ്ട ഇതല്ലേ? എന്താണ് ഈ ഒരു അമാന്തം അതിൻ്റെ അകത്ത്? എന്തോന്ന് പറയാനിത്? എത്ര പേര് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും. പിൽക്കാലത്ത് എല്ലാം കുറേ കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ ശേഷം ഞാൻ വെറുതെ മെഡിക്കൽ കോളേജിലോട്ടൊന്ന് പോയി. ഇതൊന്ന് കാണണമല്ലോ. കാഷ്വാലിറ്റിക്കകത്ത് ചെന്ന് നോക്കിയപ്പം ശരിയാണ്, ആക്സിഡൻറ്റ് കേസുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. മെഡിക്കൽ കോളേജിലെ ഇഷ്ടംപോലെ കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. എമർജൻസി അല്ലാത്ത കേസ് എല്ലാം കൂടെ അവിടെ
PG സ്റ്റുഡൻസാണ് കൂടുതൽ കൈകാര്യം ചെയ്യുന്നത്. അവരെ കിട്ടുന്നില്ല, അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്താ, അവരുടെ മാക്സിമം അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിനനുസരിച്ച് കൂടുതൽ സ്റ്റാഫുകളെ വയ്ക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്തിട്ടില്ല. അതാണ് ഇതിൻ്റെ വസ്തുത. ഒരു മെഡിക്കൽ കോളേജിൽ പോയുള്ള ഒരു ഹോസ്പിറ്റലിൽ അതിന് വേണ്ടുന്ന സ്റ്റാഫുകൾ വേണ്ടേ? ഒന്നുമില്ല. അപ്പോൾ എന്താണ് ഇങ്ങനെയൊക്കെ? അതല്ലേ ആൾക്കാർ കൂടുതൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി നോക്കൂ, ആംബുലൻസിൽ കൊണ്ട് ഇറങ്ങിയ ഇന്ന് ഞാൻ PRS ഹോസ്പിറ്റലിൽ പേരെടുത്ത് ഞാൻ പറയുകയാണ്. PRS ഹോസ്പിറ്റലിൽ ഞാൻ നിൽക്കുകയാണ്, വേറൊരു ആവശ്യമായിട്ട് ഞാൻ അവിടെ നിൽക്കുകയാണ്. എൻ്റെ ഒരു ബന്ധു അവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്, പോയതാണ്. അപ്പോൾ ഒരു ആംബുലൻസ് വന്നു നിൽക്കുന്നു, കാഷ്വാലിറ്റിയുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ആംബുലൻസിൽ നിന്ന് അകത്തുനിന്ന് ഹോസ്പിറ്റൽ ജീവനക്കാർ, നേഴ്സും എല്ലാവരും പുറത്തിറങ്ങിയാണ്. അവർ തന്നെ സ്ട്രെച്ചറിലെടുത്ത് വന്ന് ടക്കന അവർ തന്നെ തള്ളിക്കൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോവുകയാണ്. പ്രൈവറ്റ് ഹോസ്പിറ്റല് സംഭവം ശരിയാണ്, കാശാവും ഒക്കെ ശരി തന്നെ. പക്ഷേ അവർ കാണിക്കുന്ന ഒരു എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്ത് ആത്മാർത്ഥതയോടെ അവിടെയുള്ള ആ സ്റ്റാഫുകൾ ജോലി ചെയ്യുന്നു. ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ സ്റ്റാഫുകൾ മോശമെന്നല്ല ഞാൻ പറയുന്നത്, അതിനനുസൃതമായിട്ടുള്ള സ്റ്റാഫുകൾ ഇല്ലാത്തതാണ് പ്രശ്നം. ഓരോരുത്തർക്കും ഓവർലോഡാണ് വർക്കുകൾ. അവരൊക്കെ എന്ത് ചെയ്യും? ഡോക്ടേഴ്സിനായാലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല, അത്രയും മാനസിക സംഘർഷം അവരും അനുഭവിക്കുന്നുണ്ട്. ജീവനക്കാരുടെ അതിന് വേണ്ടത് ജീവനക്കാർ ഇല്ലാത്തതാണ് വസ്തുത. ഇത് സർക്കാർ മനസ്സിലാക്കുന്നില്ലേ? ഏത് ഗവൺമെൻറ് വന്നിരുന്നാലും ഇതാണ് അവസ്ഥ. ഇപ്പോഴത്തെ ഗവൺമെൻറ്റിൻ്റെ അല്ല കേട്ടോ ഞാൻ കുറ്റം പറയുന്നത്, ഏത് ഗവൺമെൻറ് വന്നാലും ഇതാണ് അവസ്ഥ. അതിനൊരു മാറ്റം വേണ്ടേ? ഇതൊക്കെയല്ലേ ആൾക്കാർ പ്രൈവറ്റ് ഹോസ്പിറ്റലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അതുപോലെ ആകണം. എന്താകാൻ പാടില്ലാത്തത്? വിചാരിച്ചാൽ എല്ലാം നടക്കും. പക്ഷെ ഒരു സർക്കാരും, ഏത് സർക്കാർ വന്നതാണ്, കേരളത്തിൽ കൂടുതൽ LDF UDF ആണ് മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് വന്നിരുന്നാലും ഇത് തന്നെയാണ് ഗതി. പക്ഷെ അവരുടെ ഇപ്പം VIP ആരെങ്കിലും വന്നാൽ വേറെ ട്രീറ്റ് കിട്ടും, അതൊക്കെ ഓക്കെയാണ്. സാധാരണക്കാരൻ്റെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ഞാനൊരു 10 വർഷത്തിന് മുമ്പ് ഒരു കേസ് കണ്ടു. എൻ്റെ ഒരു ഫ്രണ്ട് ആക്സിഡൻ്റ് ആയിട്ട് അവിടെ കിടക്കുന്നു. രാത്രി നമുക്ക് ഫോൺ വന്നു, ഞാനും അവിടെ പോവുകയാണ്. അദ്ദേഹം മരിച്ചുപോയി. പിന്നീട് വലിയ ആക്സിഡൻ്റ് ആയിരുന്നു. അദ്ദേഹം കുറേ നേരം അവിടെ സ്ട്രെച്ചറിൽ കിടക്കേണ്ടി വന്നു. എന്നിട്ടാണ് നമ്മളൊക്കെ ചെന്ന് അങ്ങോട്ട് സമ്മർദ്ദം ചെലുത്തി. അദ്ദേഹത്തിന് പ്രശസ്തനായ ഒരാളുടെ അടുത്ത ബന്ധുവായിരുന്നു. ആ പേരും പറഞ്ഞത് ഓരോ ഡോക്ടേഴ്സൊക്കെ വലിയ പരിഗണന കൊടുത്തു. അത് ഡോക്ടർമാരെ കുറ്റം പറയാനേ പാടില്ല, ഡോക്ടേഴ്സിനല്ല കുറ്റം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ബന്ധു ഒരു പ്രശസ്തനായിട്ടുള്ള ആളായതുകൊണ്ട് അവരൊന്ന് പെട്ടെന്ന് വന്നേ ഉള്ളൂ. പക്ഷെ അവർ വേറെ പേഷ്യൻസിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. മാറി മാറി വരുന്ന സർക്കാർ, ഏത് സർക്കാർ വന്നാലും ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. ഇത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള രീതിയിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം. ഇതുപോലെ ആവശ്യത്തിന് വേണ്ടത് ജീവനക്കാരെ വയ്ക്കണം. അതില്ലാത്തതാണ് അവിടുത്തെ കുഴപ്പം. ഉള്ളവരോ വലിയ മാനസിക സംഘർഷത്തിലും. അപ്പോൾ അവർ മറ്റുള്ളവർ ഇടപഴകുന്നതോ ഇത് ഹാർഡായിട്ടായിരിക്കും. അപ്പോൾ പിന്നെ പറയും, ഹോസ്പിറ്റൽ ജീവനക്കാർ മറ്റുള്ളവരോട് രോഗികളോടൊക്കെ ഭയങ്കര ഹാർഡായിട്ട് പെരുമാറുന്നു എന്നൊക്കെ. അവരുടെ മാനസികാവസ്ഥ കൊണ്ട് നമ്മൾ ചിന്തിക്കണം. അവരെ ആ മാനസികാവസ്ഥയിൽ എത്തിക്കുന്നത് ആരാണ്? ആ സിറ്റുവേഷൻ. അപ്പം അനുസൃതമായിട്ടുള്ള ജീവനക്കാരെ അവിടെ വയ്ക്കാൻ ഗവൺമെൻറ്റുകൾ ശ്രമിക്കണം. അത് നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ഞാൻ പറയുന്നത് തെറ്റോ ശരിയോ എന്നുള്ളത്.